ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു? പേപ്പർ കിട്ടിയപ്പോ വയറ്റിൽ ചെറിയൊരു തീ ഉണ്ടായിരുന്നു. എന്നെ വിളിക്കുവരമ്മ മോനെ നോക്കിക്കോണേ ലൈഫ് സ്കെച്ച് ചെയ്യാനായിട്ട് രാത്രി ട്രെയിൻ കയറി തഞ്ചാവൂര് വരെ പോയി. പിന്നെ വേറെ ക്യൂരിയോസിറ്റി എല്ലാവരുടെയും വരുമാന മാർഗമായിരുന്നു. എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം വേൾഡിലോട്ട്. എല്ലാം പക്കയായിരുന്നു. ലൈക്ക് ഫൈനലി ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടിപ്സ് ഒക്കെ ഷെയർ ചെയ്തു, സ്ട്രാറ്റജീസ് ആൻഡ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. സോ ഇതല്ലാതെ അതായത് നിങ്ങൾ എക്സാം അവേഴ്സിൽ നിങ്ങളുടെ ആ എക്സാം സെന്ററിലോട്ട് നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു? ഓക്കെ, പഠിച്ചത് മീൻസ് എല്ലാം വന്നു, എന്നെ കൊണ്ട് പറ്റും, അങ്ങനെ ഒരു തോന്നലായിരുന്നോ? പേപ്പർ കിട്ടിയപ്പോ വയറ്റിൽ ചെറിയൊരു തീ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമേ വന്ന ക്വസ്റ്റ്യൻ തുമ്പിക്ക് എത്ര ചിറകുണ്ടെന്നായിരുന്നു. നമ്മള് പോയി 6 ആണോ 4 ആണോ എന്ന് ഡൗട്ടായി. ഓക്കെ, ഇല്ല, ആപ്റ്റിറ്റ്യൂഡ് പാട്ട് ഭയങ്കര ഭയങ്കര എളുപ്പമായിരുന്നു. ടൈമിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാ. ടൈം പെട്ടെന്ന് പൊക്കോണ്ടിരിക്കും. ഇവൻ പറയുന്നത് നേരെ തിരിച്ചാ. ഡ്രോയിങ് ക്വസ്റ്റ്യൻ കുറച്ചേറെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ടൈം ഇത്ര എഫക്റ്റീവ് ആയിട്ട് നിങ്ങളത് മാനേജ് ചെയ്തത്? മോക്ക് ടെസ്റ്റ് കാരണമാണല്ലേ അത്? ഇപ്പൊ UCDല് ഒരുപാട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അല്ലേ? 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റിൽ ലൈക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ ആദ്യം ഡ്രോയിങ് അറ്റൻഡ് ചെയ്യാം ഓർ അങ്ങനെയല്ലല്ലേ? അപ്പോൾ UCD ടോട്ടൽ 3 hours ആണ് അല്ലേ ടൈം? അപ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്തത്? ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ടൈം കൺസ്യൂമിങ് എവിടെയാണ്? അത് എന്താ പറയാ, പാർട്ട് ടൈം തന്നെ. മീൻസ് എന്താ പറയാ, മറ്റേ ഇത് NIT ന്യൂമറിക്കൽ വരുന്ന അതിന് ഓപ്ഷനൊന്നും ഇല്ലല്ലോ. ചെയ്ത് നോക്കി അതിനാണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ആയി പോയത്. പിന്നെ വലിയ കാര്യമായിട്ട് ടൈം കൺസ്യൂം ഒന്നുമല്ല, നേരെ പോയി അല്ല മീൻസ് അങ്ങനെ ഒറ്റൊരു പോക്ക്. എന്നിട്ട് പിന്നെ മീൻസ് NIT MSQ MCQ അങ്ങനെ ഒറ്റൊരു പോക്ക്. ടൈം കാണിക്കും അതിൽ തന്നെ കാണിക്കാൻ പറ്റുന്നു. ഓക്കെ. സോ ലൈക്ക് അപ്പം ഓരോ ക്വസ്റ്റ്യനും ഓരോ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടോ അതോ ഒരുമിച്ചാണ്? ഓക്കെ ഓക്കെ. ഡ്രോയിങ്ങും അതൊക്കെ തന്നെയായിരുന്നു. ഡ്രോയിങ്ങിന് 1 മണിക്കൂറാണ്, 2 ക്വസ്റ്റ്യൻ ചെയ്യണം, 1/2 മണിക്കൂറാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, ഏത് കൂടുതൽ ചെയ്യണം. ഓ, അപ്പൊ എനിക്ക് എത്ര സമയം എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ? എല്ലാം പക്കയായിരുന്നു. പക്ക കറക്റ്റ് 3 hours ടൈമായിരുന്നു. പ്ലാനിങ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്രയും എഫക്റ്റീവായിട്ട് ടൈം ഇത്ര മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെ നിങ്ങൾ ആദ്യം തൊട്ടേ ഇത് പ്ലാൻ ചെയ്ത് ഡെയിലി നിങ്ങളുടെ ഒരു റൂട്ടീനൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? നോക്ക് വരുമ്പോ കറക്റ്റ് ടൈമിങ്ങിലാണ്, 3 hour തന്നെയാണ് കൂടുതലും വരുന്നത്. പേപ്പർ എടുത്തോണ്ടങ്ങ് പോയിക്കോളും. അങ്ങനെ 2 മണിക്കൂറിൽ തീർക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. അപ്പൊ ബിഫോർ നിങ്ങൾ എക്സാം ഹാളിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ? നിങ്ങൾക്ക് എഴുതുന്നു, പേപ്പർ വലിച്ചോണ്ട് പോകുന്നു, കൊറേ അനീതിയൊക്കെ തിങ്ക് ചെയ്യുന്നു. പക്ഷെ ആ അനീതിയൊക്കെ ഇപ്പൊ നീതിയായില്ലേ? ഓക്കെ. അതുപോലെ തന്നെ അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസ് നിങ്ങളുടെ പാരൻസിൻ്റെ ഒരു എൻകറേജ്മെന്റ് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയത് എപ്പോഴെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? പേരൻസ് എപ്പോഴും ഭയങ്കര മോട്ടിവേറ്റ് ആയിരുന്നു. ഓ റിയലി? ഓക്കെ. ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു പേരൻസ്. പിന്നെ നിന്റെ അമ്മ ഇടയ്ക്കൊക്കെ വീഡിയോ കോളിൽ നിന്ന് രാത്രി ഇങ്ങനെ കാര്യങ്ങൾ തിരക്കാൻ വീഡിയോ കോൾ ചെയ്യും, ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ തന്നെ. എന്നെ വിളിക്കുവരമ്മ മോനെ നോക്കിക്കോണേ. ഇതിനെ ഭയങ്കര പേടിയാ, അപ്പൊ നമ്മളോട് നോക്കിക്കോളാൻ പറഞ്ഞു. ഓക്കെ. നിന്നോടോ? സോ ഇപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ്റെ എല്ലാം നിങ്ങളുടെ ജേർണിയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു. സോ ഞാൻ ഇനി ചോദിക്കട്ടെ, അതായത് വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു എ സ്റ്റുഡൻറ്റ് ഹു ഇസ് പ്രിപ്പയറിംഗ് ഫോർ ദിസ് ഡിസൈൻ എൻട്രൻസ് എക്സാം? അതായത് NIFT ആണെങ്കിലും NID ആണെങ്കിലും UCD ആണെങ്കിലും. എന്താ പറയാ, എക്സാമിന്റെ തീ നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും വെക്കുക. മീൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ ഒരു ചൂടിൽ തന്നെ വരയ്ക്കുക. എന്താ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിലും ഒരു ചൂടിൽ തന്നെ എഴുതുക. കൺസിസ്റ്റൻസി ആണ് മെയിനായിട്ടുള്ള കാര്യം. കൺസിസ്റ്റൻസി ആണ്. ആദ്യമേ വരുമ്പോ എങ്ങനെയാണോ അങ്ങനെ തന്നെ വേണം ഫുള്ള് പോവാൻ. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല കാര്യം, ഒരു ക്വസ്റ്റ്യൻ പല പ്രാവശ്യമായിട്ട് ചെയ്യണം. നമ്മുടെ ഉള്ളിലെ സാധനം ഇങ്ങനെ വരണം. ഓക്കെ. ടൈം മാനേജ്മെന്റ് അത് നമ്മൾ മോക്ക് ടെസ്റ്റ് കുറെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് റെഡി ആവുന്ന ഒരു സംഭവം ടൈം മാനേജ്മെന്റ്. പിന്നെ നമ്മൾ
എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും. ഒരുപാട് യാത്ര ചെയ്യുക അങ്ങനെയൊക്കെ ആ ഒരു രീതി. പിന്നെ ഞങ്ങളിപ്പോൾ ആണെങ്കിൽ ലൈവ് സ്കെച്ച് ചെയ്യാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകും. ഒരു ദിവസം ആണെങ്കിൽ ലൈവ് സ്കെച്ച് ചെയ്യാനായിട്ട് അവരും ഞങ്ങൾ ഫ്രണ്ട്സ് ദേവനും ഒക്കെ ആയിട്ട് രാത്രി ട്രെയിൻ കയറി തഞ്ചാവൂര് വരെ പോയി, തമിഴ്നാട്. ചുമ്മാ പോയി അവിടെ പോയിട്ടാണെങ്കിൽ അവിടെ ഒരു അമ്പലമുണ്ട് ബൃഹടേശ്വര, അവിടെ പോയിട്ടാണെങ്കിൽ ഇരുന്ന് അവിടെ ചുട്ടുകൊള്ളുന്ന വെയില്, അയ്യോ. അവിടെ പോയിരുന്ന് വരച്ച് കുറച്ചൊക്കെ വരച്ച് കഴിഞ്ഞ് രാത്രി പൊള്ളുന്ന വെയിലത്ത് നിങ്ങളിരുന്ന് വരച്ചല്ലേ? പിന്നെ സൈഡിൽ മാറി വരച്ച്, അതാ വെറുതെ പോയതല്ല. അതെ, വരച്ചു. സോ നൗ ദാറ്റ് നിങ്ങൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തു, ഫാക്കൽറ്റി അപ്പോൾ ദി കോമ്പറ്റീഷൻ ആൻഡ് തിങ്സ്. സോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻസ് ഒന്ന് പറയാവോ? ആർട്ടോ ഉണ്ടായിരുന്നു. ഓക്കെ 13th ആനിവേഴ്സറി. ഓക്കെ, നമ്മൾ എന്താ പറയാ, തിങ്കിനെ ഒരു മാല കേട്ട് ആൾക്കാരിങ്ങനെ പൊക്കണം എന്ന് വെച്ചാൽ മാലയുടെ കയ്യില് 3-4 പേരുണ്ട്, ഇങ്ങനെ പൊക്കണം. ഓക്കെ, അതായിരുന്നു കോൺസെപ്റ്റ്. അതെ, എല്ലാവരും കൂടി ചിന്തിച്ചിട്ടുണ്ടായ കോൺസെപ്റ്റ് ആട്ടോ, അല്ലാതെ നമ്മുടെ അല്ല. ചെയ്തെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മാലാകെ യക്ഷിയായി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് ഹലോവിൻ ഇട്ട് വീഡിയോ ഇറക്കിയായിരുന്നു. ഓക്കെ, പിന്നെ ക്യൂരിയോസിറ്റി, ക്യൂരിയോസിറ്റി അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ തിങ്ക് കണ്ടക്ട് ചെയ്യുന്ന യൂട്യൂബിൽ ഓൺലൈൻ ലൈവ് ആയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ. ഓക്കെ, അത് ഹെൽപ്ഫുൾ ആയിരുന്നോ നിങ്ങൾക്ക്? എക്സാമിന് കുറെ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറെ GK ഉണ്ടായിരുന്നു. ഓരോ എക്സാമിനും ഓരോരോ ക്വിസ് ആയിട്ടായിരുന്നു. റൈറ്റ്, ഓരോ എക്സാമിനും ബേസ് ചെയ്തിട്ടാണ് ക്യൂരിയോസിറ്റി ഓൺലൈൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, സോ ദാറ്റ് വാസ് ഓൾസോ ഹെൽപ്ഫുൾ. ഓക്കെ, സോ നൗ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞു, എക്സാം പ്രിപ്പറേഷൻസിൻ്റെ എല്ലാം. സോ നിങ്ങൾക്ക് അതായത് വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു എ സ്റ്റുഡൻറ്റ് റൈറ്റ് നൗ ഹു ഇസ് പ്രിപ്പയറിംഗ് ഫോർ ദ ഡിസൈൻ എൻട്രൻസ് എക്സാം? സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ NIDക്ക് പോകണേൽ നല്ല ക്രിയേറ്റീവ്, ഒരു കൊച്ചുപിള്ളേരുടെ ടൈപ്പ് ആ ഒരു ചിന്ത, ആ ഒരു രീതിയിലോട്ട് നമ്മൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിരിക്കണം. നമ്മൾ ടെക്നിക്കൽ ആസ്പെക്ട് നോക്കുവാണെങ്കിൽ വലിയ അത്രയ്ക്കില്ല, UCDന് അത്രയില്ല. പക്ഷെ NID കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു രീതിയിലായിരിക്കണം. പിന്നെ NID എക്സാം കഴിയുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത് UCD ആയിരുന്നുണ്ട്. UCD വരുമ്പോൾ ആ ഒരു ഫേസ് ചേഞ്ച് വരും, നമ്മളാണ് ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യേണ്ടി വരും, കുറേ നോൺ വെർബൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, ടൈം മാനേജ്മെൻറ്റ് അങ്ങനത്തെയൊക്കെ. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഡ്രോയിങ് ആണെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള ഡ്രോയിങ്ങാണ്, പെർസ്പെക്റ്റീവ് നോക്കുക അങ്ങനത്തെയൊക്കെ. പക്ഷേ ഇപ്പോൾ NIDയിലാണെങ്കിൽ അത്രയ്ക്ക് ഇതില്ല, നമ്മൾ ഐഡിയ കൺവേ ചെയ്യാനാണ്. UCD പക്ഷേ അതിൻ്റെ നേരെ തിരിച്ചെന്ന് പറയാൻ പറ്റില്ല, വേറൊരു രീതിയിലോട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിഫ്റ്റ് വരുമ്പോൾ നിഫ്റ്റിലോട്ടും വേറൊരു ഫേസ് ചേഞ്ച് ചെയ്യണം, നമ്മൾ ഫുൾ എസ്തെറ്റിക്കലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യണം. കാരണം ഫാഷൻ റിലേറ്റഡ് അല്ല, അല്ല വലിയ ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നോളജ് നമുക്ക് വേണമെന്നല്ല, വേണം, പക്ഷെ എന്നാലും അത്രയ്ക്കും ആവശ്യം വരില്ല NID UCDനെ അപേക്ഷിച്ച് നോക്കുവാണ്. നിഫ്റ്റ് ഫാഷൻ റിലേറ്റഡ് ആ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ എക്സാംസിനെ കുറിച്ച് തന്നെ ഒരു ഐഡിയ ആദ്യം ഇനിഷ്യലി ഉണ്ടായിരിക്കണം അല്ലേ? ബിക്കോസ് 3 എക്സാമും ഡിഫറെന്റ് ഒരു ഫേസിലാണ് നടക്കുന്നത്, ഡിഫറെന്റ് രീതിയിലാണ് നടക്കുന്നത്. പിന്നെ അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പം NID നോക്കുന്ന ഒരു ടൈപ്പുള്ള പിള്ളേരെ, UCD വേറെ ഒരു ടൈപ്പ്, ഫാഷൻ റിലേറ്റഡ് ആണ്. UCD വരുമ്പോൾ നമ്മുടെ ടെക്നിക്കലി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കാരണം UCD IITസിലൊക്കെ കുറച്ചുകൂടെ എഞ്ചിനീയർ പരമായിട്ടുള്ള സബ്ജക്റ്റും കൂടെ ഉണ്ട്. NID വരുമ്പോൾ ഫുള്ള് ടോട്ടലി ഡിസൈനാണ്. അപ്പം 3 എല്ലാം ഡിസൈൻ എക്സാം പറയുന്നത് വേറെ വേറെയാണ്. അത് മനസ്സിലാക്കുക. ഇപ്പൊ ഫാഷനോട് ഒത്തിരി ഇഷ്ടമുള്ളവര് നിഫ്റ്റി തന്നെ പോയിട്ട് കാര്യമുള്ളൂ, അവര് UCD വന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ NIDയിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആ ഫൗണ്ടേഷൻ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മാർക്സ് എല്ലാം, ജൂറിയുടെ മാർക്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരായിരിക്കും ഏത് കോഴ്സിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആ ഒരു ഇത്. ഇപ്പൊ നിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, മാർക്കിനനുസരിച്ചിരിക്കും. അപ്പൊ ഏതൊക്കെ ആണ് ഇവിടെ ഉള്ളത്? അവിടെ അനിമേഷൻ ഉണ്ട്, പ്രൊഡക്റ്റ് ഡിസൈൻ, ഫിലിം മേക്കിംഗ്, ഫർണിച്ചർ, ഇൻഡസ്ട്രിയിലും ഉണ്ട്, പ്രോഡക്റ്റ് എല്ലാം അതിൻ്റെ അകത്ത് വരുന്നത്. ലിഫ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചൂസ് ചെയ്യാം, നമ്മുടെ റാങ്ക് അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ചൂസ് ചെയ്യാം, അത് തന്നെ നമുക്ക്. പിന്നെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഇതും കൂടെ നമുക്ക് എടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണേൽ
സെക്കൻഡറി ആയിട്ട് ആക്സസറി ഡിസൈനും കൂടെ എടുക്കാം. അങ്ങനത്തെ ഒരു ചോയ്സും കൂടെ വരുന്നുണ്ട് നിഫ്റ്റിന്. ഓക്കെ. സോ ലൈക്ക് ഫൈനലി ഇപ്പം നിങ്ങൾ എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കോളേജിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. സോ അപ്പം ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ആസ്പിറേഷൻ എന്താണ്? ഓർ ലൈക്ക് ഹൗ ഡു യു പ്ലാൻ ടു അച്ചീവ് ദം? എനിക്ക് ഈ 4 വർഷം നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എല്ലാ ഡിസിപ്ലിനും എനിക്ക് നോക്കണം. എന്നിട്ട് ഏതാ എനിക്ക് പറ്റിയെന്നുള്ള തീരുമാനം എനിക്ക് വേണം. അത് കഴിഞ്ഞിട്ട് 1 വർഷം ജോലിക്ക് കയറണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. ഡിസൈൻ ബന്ധപ്പെട്ട് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അതാണ്. ഓക്കെ. നവനീത് എങ്ങനെയാണ്? ഇനിയുള്ള 4 കൊല്ലം എങ്ങനെ യൂസ് ചെയ്യുന്നോ അതുപോലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം വേൾഡിലോട്ട്. അപ്പൊ അതിനുള്ള ശ്രമം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവരിപ്പോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് ആവണമെന്നായിരുന്നു ഒരിത്. അപ്പോൾ ഇപ്പോൾ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഞാൻ ഒരു സബ്ബാക്കി വെച്ചിട്ട് ഞാനാണെങ്കിൽ ആ കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ നോക്കും. അടുത്ത 10 ഇയേഴ്സിനുള്ളിൽ എന്തായാലും അച്ചീവ് ചെയ്യും. പിന്നെ നമ്മൾ കോളേജ് ഈ 4 വർഷം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കും. പിന്നെ ഫ്രണ്ട്സ് NID-യിലുണ്ട്, IIT-യിലുണ്ട്. പിന്നെ അതൊക്കെ മതി, നമുക്ക് എന്തായാലും ഒരു കിടിലം ഡിസൈനർ ആവും. പിന്നല്ല. ഓക്കെ. So all the best to each of you in your future aspiration, and also we can't wait to see the wonderful things you'll be creating and contributing to the world of designs. And also thank you so much guys, thank you very much for sharing your experience and giving us lots of tips with us. അത് മാത്രമല്ല, ഇത് നിങ്ങളുടെ ഈ സ്റ്റോറീസും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ ഒരുപാട് ഡിസൈൻ ആസ്പിറൻസിനെ ഇത് മോട്ടിവേറ്റ് ആൻഡ് help ചെയ്യട്ടെ. And to our audience, thank you so much for joining us. Until next time, it's me, Gautami. Bye to all. Bye.